പി.വി. അൻവർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. കെ.സി. വേണുഗോപാൽ വാക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ UDF-ന് വേണ്ടി ഇറങ്ങും, UDF-ൽ ചേരും എന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് AICC തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് പരോക്ഷമായി അദ്ദേഹം സൂചന നൽകുന്നത്. പറയൂ വിപിൻ സി വിജയൻ. SKN UDF-മായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിരുന്നു, ഇനി ഒരു തീരുമാനമൊക്കെ പി.വി. അൻവർ എടുക്കട്ടെ എന്നുള്ളത്. ആ പി.വി. അൻവറിന്റെ നിലപാട്, താൻ ഇത്രയും കാലം എടുത്ത എല്ലാ തീരുമാനങ്ങളും നിലപാടുകളും എന്തുകൊണ്ട് രാജിവെച്ചു തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും. ഒപ്പം തന്നെ ഇനി പ്രതീക്ഷ കെ.സി. വേണുഗോപാലിൽ മാത്രമെന്ന് പറഞ്ഞു വെക്കുകയാണ്. UDF-ന്റെ ആ നേതൃത്വം 2-3 മാസമായി തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് പറയാതെ പറയുകയാണ് ഇപ്പോൾ പി.വി. അൻവർ. ഒപ്പം തന്നെ ഈ 3 മാസം ആയി കത്ത് കൊടുത്തിട്ട് മുന്നണി പ്രവേശനത്തിന് കുന്നമംഗലത്തെ പ്രവാസി സംഘടനയെ പോലും എടുത്തിട്ടും എന്തുകൊണ്ട് പി.വി. അൻവറിന്റെ പാർട്ടിയോട്, തൃണമൂൽ കോൺഗ്രസിനോട് മാത്രം ഈ ഒരു തൊട്ടുകൂടായ്മ എന്നുള്ളതാണ് ഈ ഒരു ചോദ്യമായി ചോദിക്കുന്നത്. വി.ഡി. സതീശനിലേക്കാണ് ഈ എല്ലാ ഒളിയമ്പുകളും എത്തുന്നത്. കാരണം വി.ഡി. സതീശനുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഈ മെയ് മാസം 15-ാം തീയതി എറണാകുളത്ത് വെച്ച് ഒരു 2 പേരുടെയും സുഹൃത്തായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്, ഇവിടെ വിജയിക്കുന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചൊക്കെ തന്നെ സംസാരിച്ചതാണ്. 2 ദിവസത്തിനകം കൃത്യമായി തന്നെ ഈ കാര്യങ്ങളിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ മുന്നണിയിൽ എടുക്കുന്ന കാര്യം പറയാമെന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷെ പിന്നീട് അതേ സംബന്ധിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. UDF വി.ഡി. സതീശനെയാണ് തന്നോട് സംസാരിക്കാൻ ഏർപ്പാടാക്കിയിരുന്നത്. അങ്ങനെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വിവരങ്ങൾ പുറത്തു പറയേണ്ടേ എന്നുള്ളതാണ് ഒരു ചോദ്യമുള്ളത്. പിന്നീടുള്ളത് അസോസിയേറ്റ് അംഗമാക്കി UDF-നൊപ്പം നിർത്താം, അതായത് പുറത്തുനിന്നുള്ള ഒരു സഹകരണം എന്നുള്ളതായിരുന്നു. അതിനും സമ്മതിച്ചു. അതും സമ്മതിക്കാനുള്ള കാരണം ഈ ഒരു പിണറായി സത്തിനെതിരെയുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയ്ക്കായിരുന്നു. അങ്ങനെ ബസിന്റെ ഗോവണിയിൽ വരെ യാത്ര ചെയ്യാമെന്ന് താൻ പറഞ്ഞതാണ്. പക്ഷേ അതും ഒരു പൊതുസമൂഹത്തോട് എന്തുകൊണ്ട് ഇപ്പോഴും പറയുന്നില്ല? അങ്ങനെ നഗ്നനാക്കി, അതായത് മുഴുവൻ വസ്ത്രവുമില്ലാതെ ഇപ്പോൾ ചെളി വാരി എറിയുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ റോഡിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു വസ്ത്രമെങ്കിലും തനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ കെ.സി. വേണുഗോപാലുമായി സംസാരിക്കുമെന്നുള്ളതാണ് പി.വി. അൻവർ പറയുന്നത്. ആ കെ.സി. വേണുഗോപാലിനോട് സംസാരിച്ചതിന് ശേഷം ഇതിലൊരു തീരുമാനമുണ്ടാകും. ഒപ്പം പാണക്കാട് P.K. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളെയും ചേർത്ത് പിടിക്കുന്നുണ്ട് പി.വി. അൻവർ. അവർ 2 പേര് കൂടി വന്നതിന് ശേഷം ഒരു 2 ദിവസത്തിനകം തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകും. അങ്ങനെ തീരുമാനമുണ്ടായില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും നിലമ്പൂരിൽ. ആ മത്സരിച്ചതിൽ മമതാ ബാനർജി ഉൾപ്പെടെ ഉള്ള പ്രധാന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടേക്ക് വരികയും ചെയ്യുമെന്നുള്ളത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കുകയാണ് പി.വി. അൻവർ. SKN.